ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായുള്ള ഹിയറിംഗ് ഇന്നലെ അവസാനിച്ചു. അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് 6.5 ലക്ഷത്തിലധികം പേരുകൾ കൂടി നീക്കം ചെയ്യപ്പെട്ടേക്കുമെന്നാണ് വിവരം. 4,98,000 പേർ ഹിയറിംഗിന് ഹാജരായില്ല. അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഈ ബംഗാളിൽ നേരത്തെ തുടങ്ങി ഇതിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മമതാ ബാനർജി സുപ്രീം കോടതിയിലെത്തി വാദിക്കുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ മുറയ്ക്ക് നടന്നു പോവുകയാണ്. ഒരുപാട് പേരുടെ പേരുകൾ ഇതിൽ ഉണ്ടാവില്ല അല്ലേ? സ്മിത പ്രവിത, ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകൾ അതിന്റെ ഓരോ ഘട്ടം കഴിയുന്തോറും കൂടുതൽ പേർ പുറത്തേക്ക് പോകുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ SIR പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഹിയറിംഗ് അവസാനിച്ചത്. കാരണം അതിൽ നേരത്തെ സമയം നീട്ടി ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിച്ചുകൊണ്ട് ഇന്നലെ വരെയായിരുന്നു ഹിയറിംഗിന് സമയം നീട്ടി നൽകിയത്. അത് ഇന്നലെ പൂർത്തിയായി. അപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 6,61,000 വോട്ടർമാർ കൂടി നീക്കം ചെയ്യപ്പെട്ടേക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത്. കാരണം 4,98,000 പേർ ഹിയറിംഗിന് ഹാജരായിട്ടില്ല. 1,63,000 പേർ അയോഗ്യരാണ് എന്നുകൂടി കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ 6,61,000 പേര് കൂടി ഇത്തരത്തിൽ പട്ടികയിൽ നിന്ന്, അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ സംഖ്യ കൊണ്ട് നിലവിൽ ഈ പുറത്താക്കപ്പെടുന്നവരുടെ എണ്ണം ഇതിൽ നിൽക്കുകയുമില്ല. കാരണം ഇനിയിപ്പോൾ സൂക്ഷ്മ പരിശോധനകൾ, ഈ ഫോമുകളുടെ അടക്കം സൂക്ഷ്മ പരിശോധനകൾ വരുന്ന ദിവസങ്ങളിൽ നടക്കുകയാണ്. അപ്പോൾ അതിനുശേഷവും കുറച്ചുപേർ ഈ പട്ടികയ്ക്ക് പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത് കൂടുതൽ പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകും എന്ന സൂചനയാണ്. കാരണം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഏതാണ്ട് 58 ലക്ഷത്തിലധികം ആളുകളാണ് പട്ടികയിൽ നിന്ന് പുറത്തു പോയത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ 6,61,000 എന്നൊരു കണക്ക് കൂടി വരുന്നത്. അപ്പോൾ വലിയ തോതിൽ വോട്ടർമാർ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള ഒരു സൂചന ലഭിക്കുന്നുണ്ട്. എന്തായാലും അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 28-നാണ് പ്രസിദ്ധീകരിക്കുന്നത്. TMC പറയുന്നത് മനഃപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJPയുടെ ഒരു പൊളിറ്റിക്കൽ നീക്കമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ നടക്കുന്നത്. വൻതോതിൽ ആളുകളെ ഒഴിവാക്കുന്നത്, അവർക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം, തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ TMC ഉയർത്തുന്നു. ആ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലും ഇരിക്കുന്ന ഒന്നാണ്. അതിനിടയിലാണ് ഈ വൻതോതിലുള്ള വോട്ടർമാരെ ഒഴിവാക്കുന്ന, ആ പ്രക്രിയയുടെ ഭാഗമായി ഒഴിവാക്കുന്ന നീക്കങ്ങളും നടപടികളും ഉണ്ടാകുന്നത്. സ്മിത പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.